വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. പപ്പാടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാകട്ടോ ഇതിന്റെ പുറകില്. അതെന്നതാ? കുറെ കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ അതെല്ലാം ഫലം തന്നിരിക്കുന്ന ഒരു സമയമാണ്. അതെന്താന്നുള്ളത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും ഇന്ന് കാണിക്കണ്ടേ? കാണിക്കാം. ഇന്നിപ്പോ നേരെ പോയി കാണിക്കാം. നമ്മുടെ ഈ വീട് പണി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമുക്ക് കുറേ ചെടിയുടെ വിത്തുകളും തൈകളും ഒക്കെ നമുക്ക് അയച്ചു തന്നു. അതുകൂടാതെ തന്നെ ശ്രീകുട്ടൻ എവിടെ പോയാലും അവൻ കുറേ തൈ അവരുടെ മുറ്റത്തുനിന്ന് പറിച്ചുകൊണ്ടേ പോരുള്ളൂ. ചില വീട്ടുകാരോടൊക്കെ ചോദിക്കും, അവരൊക്കെ കൊടുക്കും. അപ്പം അങ്ങനെ കിട്ടിയ അതെല്ലാം കൂടെ നമ്മൾ ശേഖരിച്ച് ഇപ്പം പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു കളക്ഷൻ തന്നെയുണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത്. കാര്യം നമ്മളിപ്പോൾ ഒരു വർഷം ആയുള്ളൂ ചെടിയുടെ പരിചരണം തുടങ്ങിയിട്ട്. എങ്കിലും നമുക്ക് ഒരുമാതിരിപ്പെട്ട ഐറ്റങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു 3-4 ഐറ്റത്തിൻ്റെ വിത്തുകൾ, തയ്യോ വിത്തോ ഒക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നമ്മൾ സാധനം അയക്കാനായിട്ട് നമ്മൾ ഫോൺ നമ്പർ കൊടുത്തപ്പോൾ അതിൽ മെസ്സേജ് ഇട്ടും വിളിച്ചുമൊക്കെ നമ്മളോട് ചോദിച്ചു. അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാം. കുറേ നമ്മുടെ കയ്യിലുള്ള ഐറ്റത്തിൻ്റെ ഇപ്പം കുറച്ചൊക്കെ തൈകളും കാര്യങ്ങളും പയർ വിത്തുകളും ഒക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. പോസ്റ്റൽ ചിലവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മതി. അപ്പം നമ്മുടെ നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഫസ്റ്റിലെ തന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം നമുക്ക് കൊണ്ടുപോകല്ലേ അവരെ? അപ്പം നമ്മുടെ ഈ ചെടികളെല്ലാം ഒരു 80% പൂത്തു. ഇതുണ്ടോ? ബാക്കി കുറേ മുട്ടുകളൂടെ വിരിയാനുണ്ട്. അതെ, ഇപ്പൊ ഒരു ചെടിയിൽ ഒരു 70% വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇനിയും ഉണ്ട്. മോള് ഇവിടെ ഇങ്ങനെ കാണിച്ചു ഉണ്ടോ എന്തോരാ വിരിഞ്ഞേക്കുന്നേന്ന്. ഞാൻ ഇത് ഒരു 7 ചട്ടിയേ ഉള്ളൂ. 6 ചട്ടി 7 ചട്ടിയേ ഉള്ളൂ. ഉണ്ടോ? അവിടെ അതും വെച്ചിട്ടുണ്ടല്ലേ, ഓർക്കിഡ്. ഇത് ഈ ഒരു ഐറ്റവും ഭയങ്കരമായിട്ട് പൂ നിൽക്കുന്നത്. ഏത് കൊടും വേനക്കും ഇതിങ്ങനെ വന്ന് കൊലകൊലയായിട്ട് ഇതുണ്ടോ, ഇത് തലയ്ക്ക് മുട്ട് വരുന്നുണ്ടോ? അപ്പൊ ഈ പൂ പോകും തോറും ഇതിന്റെ അറ്റത്തേക്ക് വീണ്ടും 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 മുട്ട് വന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു നല്ലൊരു ചെടിയായത്. കാരണം അതൊരു വീട്ടിൽ ഇത് കൂട്ടുണ്ടായെങ്കിൽ എപ്പോഴും പൂവുണ്ട്. അതല്ല വിളക്ക് കത്തിക്കുമ്പോഴേക്കാണേലും നമുക്ക് എടുത്തു വെക്കാൻ പുഷ്പമാണ്. അതെ. അപ്പൊ ഇതിന്റെ തൈ വേണ്ടവർക്ക് നമ്മൾ തരാം. ഇതില്ലാത്തവർ വിളിച്ചാൽ മതി. വിളിക്കുമ്പോൾ മെസ്സേജ് ഇടുക. അപ്പം ഇതിന്റെ തൈ ഉണ്ട് നമ്മുടെ ഇത്. പിന്നെ ഇത് തൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ സാധനം ഇതിന്റെ തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിന്റെ തൈയാണ് ഈ മുട്ടിച്ച് വരുന്നത്. ഇപ്പൊ ഇത് പൂത്ത് കഴിയുമ്പോഴാണ് ഇതിൽ കൂടുതലായിട്ട് ഇതുണ്ട്. അപ്പം ഇതിന്റെ ഇഷ്ടംപോലെ തൈ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മളോട് ചോദിച്ചേക്കുന്നവർക്ക് പരമാവധി കേട്ടില്ലാത്ത രീതിയിൽ വല്ല ചെറിയ ഗ്രോ ബാഗിനകത്തും വെച്ചേ വേര് പിടിപ്പിച്ചിട്ടോ അല്ലാതെ ഇനിയിപ്പോൾ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്കതൊക്കെ എല്ലാം പറിച്ച് 10 ഒരു 10-20 ദിവസം നിൽക്കും ഈ പൂവ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം പറിച്ച് 1-2 എണ്ണം വീത് നമ്മളൊരു ചട്ടിക്കകത്ത് നിർത്തുള്ളൂ. ഒത്തിരി കൂടി നിന്നാലും അത് ശരിയാകുകയില്ല. അപ്പം ഇഷ്ടംപോലെ തൈയുണ്ട്. അപ്പോൾ അതിൻ്റെ തൈയൊക്കെ നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാം. ഏറ്റവും വെറൈറ്റിയാണ് ഈ സാധനം. ഇത് കണ്ടോ? അതെ, ഇത് നല്ല ഭംഗിയുള്ള, എനിക്കും ഇഷ്ടം ഈ പൂവ്. പിന്നെ ഈ പൂവ് കർപ്പൂരം അല്ലേ? ഇത് കർപ്പൂരം. ഇതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് കേടാകുവേ. ഇതിന്റെ ഈ ഇലയ്ക്കൊക്കെ പെട്ടെന്ന് ഫംഗസ് ഉണ്ടായിട്ട് കേടാകും. ഞാൻ പിന്നെ എൻഡോഫിൽ എന്നും പറഞ്ഞൊരു മരുന്നുണ്ട്. നമ്മുടെ ഈ പച്ചക്കറിക്കൊക്കെ ഡോസ് കുറഞ്ഞ ഒരു മരുന്നാണ്. 45% വീര്യത്തിന്റെ സാധനമാണ്. ആ സാധനം നമ്മൾ മേടിച്ച് ഇച്ചിരി വെള്ളം കൂട്ടി അടിക്കുകയാണെങ്കിൽ ഈ ഉറുമ്പ് അതുപോലെ തന്നെ ഇതിന് ഊരങ്കേടാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ചെടി, ഈ കർപ്പൂര ചെടിക്ക്. അപ്പോൾ അതെല്ലാം മാറും. ഇതും വിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നല്ല അതിമനോഹരം. നല്ല പൂവ്. അതിന് നല്ല മണമാണ്. നല്ല മണവും സ്മെല്ലും. ഈ പൂവിന് ഓർക്കിഡ്, ഈ പൂവിനെന്നൊക്കെ പറയുമ്പോൾ മണവും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കും എല്ലാം കൂടെ. അത്രേ ഉള്ളൂ. മുറ്റത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഇപ്പം നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എല്ലാവരും. നമ്മുടെ മുറ്റത്തുനിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ നിരന്നിരിക്കുക ഉണ്ടോ, അങ്ങ് വരെ. നല്ല ഭംഗിയല്ലേ? നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുണ്ട്. പിന്നെ ഇവിടെ എല്ലാം കുട്ടമോൻ നമ്മൾ ഏറ്റവും ആദ്യം വില കൊടുത്ത് മേടിച്ച ഒരു പ്ലാന്റ് ആയില്ലേ ഇത് കണ്ടോ. അത് ചെറിയ ചട്ടിക്കകത്തായിരുന്നു വെച്ചത്. അത് കഴിഞ്ഞ് അത് വെള്ളമില്ലാതെ അത് കേടായിരുന്നു. വെള്ളമില്ലാതെന്നല്ല, അതിന് ആവശ്യത്തിനുള്ള ഒരു ഊർജ്ജം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് വലിയ ചട്ടിക്കകത്തേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയ പോലെ തന്നെ. അത് കഴിഞ്ഞ് പൊട്ടിത്തെടുത്തപ്പോൾ ഈ വലിയ 2 ഉണ്ടായി. ഇതിങ്ങനെ പൊക്കി വിടുന്നതല്ലേ.
അത് കണ്ടിച്ച് കളയണമെന്ന് തോന്നുന്നു. ഇത് കണ്ടിച്ച് ഞാൻ നോക്കുന്നത് വേറെ 2 ചട്ടിക്കകത്തേക്ക് വെക്കാവോന്നല്ലേ? ഇട്ട് വെക്കാനുള്ള ഒരു പരിപാടിയാണ്. അതങ്ങനെ വെക്കാൻ പറ്റുന്നതാണോ? നോക്കാം നമുക്ക്. പക്ഷെ അതിന്റെ ഇലയ്ക്ക് കളർ വരുന്നുണ്ട്. ഈ ഒരു കളറേ വരുന്നുണ്ട്. അങ്ങനത്തെ കളർ വരുവാണെങ്കിൽ നമുക്കത് കണ്ടിച്ച് നടാൻ പറ്റത്തില്ലായിരിക്കും. അല്ല, ഈ ഒരു കളറാ വരേണ്ടത്. അതെ, ഇതിന് തന്നെ പേപ്പർ റോസയോ അങ്ങനെ എന്തല്ലേ പറയുന്നത്? പേപ്പർ റോസ അല്ല, അവന് വേറൊരു പേര് പറഞ്ഞായിരുന്നു. ആണോ? ഇതിന്റെ പേരെന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നായാലും ഇതിന്റെ പേരെന്നാന്ന് എല്ലാരും ഒന്ന് കമന്റ് ഇടണം. അതെ, നമ്മള് ഇത് വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് നമ്മുടെ ഇതില്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് 2-3 ഗ്രോബാഗിലാക്കാൻ നോക്കാം. ഇതിന്റെ ഈ ചെറിയ കമ്പായിരിക്കും സാധാരണ വരുന്നത്. കമ്പ് വെച്ചാൽ കിളുക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും അതൊന്ന് നോക്കാൻ നോക്കാം. പിന്നെ ഇവിടെ എല്ലാം ഉണ്ട് ഐറ്റങ്ങൾ. നമ്മുടെ എല്ലാ സൈസ് ചെടികളും ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. എല്ലാം ഉണ്ട്. ചെറിയ റോസ, ചെറിയ ചുമന്ന റോസ പൂത്ത് നിൽപ്പുണ്ട്. ഇതിന്റെ കൂടെ ചുമ്മാ ഒരു കമ്പ് കുത്തി വെച്ചതാണ്. നേരത്തെ കൊത്തി വെച്ചിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം റോസ പറിച്ചാൽ പോകും. പറിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാല് ഇത് പറിച്ച് 2-3 ചട്ടിക്കകത്തേക്ക് മാറ്റണം. അത് മാറ്റിയാൽ മതി അല്ലേ? പിന്നെ ഇത് ശ്രീകോട്ടൻ എങ്ങാണ്ട് കൊണ്ടുവന്ന നല്ല ഇത് നല്ല ഇത് നേരത്തെ നമ്മള് വീട് വെച്ച് കഴിഞ്ഞ് ആദ്യം നമ്മുടെ മുറ്റത്ത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇവര് ദുബായിക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം എല്ലാം പോയി, കരിഞ്ഞു പോയി. അത് ഇതിന് വെള്ളം പറ്റത്തില്ല. ഈ ചെടിക്ക് ശകലം വെള്ളം വീണ അന്നേരം അത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് കേടായി. പിന്നെ നമ്മുടെ ഇതുണ്ട്, ഇതിന് പറയുന്നത് ചെണ്ടുമല്ലി. അത് 2 സൈസ് ഉണ്ടല്ലോ, മഞ്ഞയുണ്ട് ഇച്ചൂടെ ഓറഞ്ചും. അപ്പൊ ഇതിന്റെ വിത്ത് വേണേൽ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് ചോദിച്ചാൽ ഇതിന്റെയൊക്കെ ഇപ്പൊ ഇത് കൂട്ടം ഒരു കൊല കൊണ്ടുപോവാണെങ്കിൽ ഒരു 10-20 തൈക്കുള്ളതുണ്ട്. അതൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണ്. വെയിലല്ലേ. പിന്നെ ഇവിടെ ഇലച്ചെടികള് കാര്യങ്ങള് ഈ പൂ പറിച്ചു കളയണം, അല്ലാതെ പോവൂന്നാ പറഞ്ഞേ. നമ്മുടെ മണ്ടേരം മുത്തിയേച്ച് വന്നപ്പം പറഞ്ഞത് പൂ ഞുള്ളി കളയണോന്നാ. ഇലച്ചെടിയായിട്ട് തന്നെ നിക്കണം അല്ലേ? റോസാ ചെടി ഇവിടെ എല്ലാം ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മഴ നനഞ്ഞത് കണ്ടില്ലേ, മൊത്തം പോയി. അതെല്ലാം കട്ട് ചെയ്യണം. ഈ പൂ കഴിയുമ്പോൾ എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ തണ്ടെടുത്ത് ഒരു 3-4 ചട്ടിയിലും കൂടെ. ചട്ടി ഞങ്ങൾ ഒരുപാടെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ അതിന്റെ അതെല്ലാം നിറച്ച് ഒരു 10-20 ചട്ടി കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. കാരണം വീടിന്റെ ആ സൈഡ് കൂടെ ഫില്ല് ചെയ്യാൻ നോക്കാം. അവിടെയൊക്കെ ഫില്ല് ചെയ്യുന്നൊക്കെ കൊള്ളാം. എന്റെ കറ്റാർ വാഴയും കാര്യങ്ങളൊന്നും എടുത്ത് കളഞ്ഞേക്കരുത്. ഞങ്ങളൊരു പൂങ്കാവനമാക്കും ഞങ്ങൾ. കട്ടപ്പനയിലൊക്കെ ഈ പുഷ്പമേള വരികയല്ലേ, കട്ടപ്പനയിലെല്ലാം മിക്കയിടത്തും വരുന്നുണ്ട് കേട്ടോ. അന്നേരം അതുപോലെയാക്കും നമ്മുടെ വീടിന്റെ മുറ്റം. അത്ര മനോഹരമാക്കി പല പല ചെടികൾ കൊണ്ട് പൂ നിറഞ്ഞ കുറച്ച് ഏറെ പൂ ഉണ്ടെങ്കിൽ നമുക്ക് വിൽക്കാം. ഈ ചെണ്ടൊക്കെ ഉണ്ടല്ലോ, ഈ ചെണ്ട അതിന് വരെയുണ്ട്. പൂവും ഇതുപോലെ ചെറിയ ചെറിയ ഇത് ബോട്ടിൽ മേടിച്ച് ആക്കി തൈയാക്കി കൊടുക്കുവാണെ അതിനും പൈസ വാങ്ങാം. ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റി കുറെ പേര് നമ്മളോട് ചോദിച്ചായിരുന്നേ. ഇത് നല്ലൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമ്മൾ മേടിച്ചോണ്ട് ചെടിച്ചട്ടി കേട്ടോ. അപ്പം ഈ സാധനം നമ്മളെ ഞാൻ ഒരു തണ്ട് കഴിഞ്ഞാണ്ട് പറിച്ചു നട്ടോ. അപ്പൊ ഇതിപ്പം 2, 4, 6, 8, 10 എണ്ണം 9 എണ്ണമാണ്. അതൊരു 8 എണ്ണത്തിൽ നമുക്ക് നടാം. ഇതിനകത്ത് ഒരെണ്ണം വെച്ചാൽ മതി. അപ്പം അതും അത്യാവശ്യക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 8 എണ്ണം നട്ട് കഴിയുമ്പോഴേ ഇല വരെ കിളുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇതിപ്പോ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും നല്ല ഭംഗി. ഞങ്ങളുടെ ചേച്ചിയുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ട് ഉണ്ട് വലിയത് 2 എണ്ണം. ഞാൻ കണ്ടായിരുന്നു. ഹോട്ടലുകളിൽ ചെന്നാലും ഉണ്ട്. അതെ അതെ, എല്ലായിടത്തും ഉണ്ട്. അത് അതുപോലെ തന്നെ ഈ പ്ലാന്റും നമ്മളോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഞാൻ ചെറിയ ഗ്രോ ബാഗ് മേടിച്ചിട്ട് ചെറിയ ബാഗ് അതിനകത്ത് ഇത് വേര് പിടിപ്പിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇതിന്റെ തണ്ട് നിൽപ്പുണ്ട്. അപ്പൊ അത് വേര് പിടിപ്പിച്ചിട്ട് അതും ആവശ്യക്കാർക്ക് അയച്ചു തരാം. അപ്പൊ ഇത്രയും ഐറ്റങ്ങളുടെയൊക്കെ സാധനങ്ങൾ വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത്യാവശ്യം പയർ വിത്ത് ഇരിപ്പുണ്ട്. കൃഷിയെ പറ്റി ഇതിനോടൊക്കെ താല്പര്യമുള്ളവർ എല്ലാവർക്കും അയച്ചു തരാനുള്ളത് കാണുമെന്ന് അറിയത്തില്ല. എങ്കിലും അത്യാവശ്യം എല്ലാവരും മെസ്സേജ് ഇടുക ആവശ്യക്കാര് അല്ലേ. മിഠായി ഒക്കെ പോയിട്ട് കൊച്ചിന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് സങ്കടമൊക്കെ ഇച്ചിരി കുറവുണ്ട്. സങ്കടമൊക്കെ കുറവുണ്ട്. ആ എന്നാലും എന്നെ വിളിച്ച് ചേട്ടൻ വിളിക്കത്തില്ല, മെസ്സേജ് അയക്കത്തേ ഉള്ളൂ. സെന്റിമെന്റലി നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് ആ അങ്ങനെ അപ്പൊ കുറച്ച് വിഷമം വരും. ചേച്ചി പിന്നെ കുഞ്ഞിലെ തൊട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പഠിക്കാൻ പോയപ്പോ തൊട്ട് ഇങ്ങനെ മാറി നിക്കുന്നോണ്ട് നമുക്ക് അത്ര സങ്കടം വരികയല്ല. പിന്നെ അല്ല ഇവിടെ വന്ന് കുറച്ചാൾ നിന്നിട്ട് പോകുമ്പോ നമുക്കൊരു വിഷമമുണ്ടല്ലോ. ഇപ്പൊ അത്ര ഇല്ല. പക്ഷെ ചേട്ടാ ഇങ്ങനെയല്ല, ചേട്ടാ ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയപ്പോ അത് ഒരു സങ്കടം തന്നെയാണ്. അപ്പോൾ ഇനി ഈ വർഷത്തെ മോടെ പഠിത്തം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്കും ഇതുപോലെ തന്നെ ഞാൻ ഒറ്റപ്പെടലും ഞാനും മോളമ്മയും മാത്രമാകും. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിലുള്ളതാണ് അല്ലേ? അപ്പോൾ കൊച്ചിന് ഇഷ്ടമുള്ള സാധനം എന്നായിരുന്നു മേടിച്ചത്? എനിക്ക് ഇഷ്ടമുള്ള സാധനം ആ അത് കാണിക്കുന്നില്ലല്ലേ? അത് ശരി. പിന്നെ കൊച്ചിന്റെ സങ്കടം വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊച്ചിനെ ഇപ്പൊ എപ്പോഴും കൊഞ്ചിക്കും കേട്ടോ. എന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ച് പറക്കി കൊടുക്കുന്നു. പെരക്കാത്തോടാണെങ്കിലും പപ്പായാണെങ്കിലും ഞാനാണെങ്കിലും കൊച്ചെന്ന് വിളിച്ചോണ്ട് കൊഞ്ചിച്ച് പറക്കൊക്കെ നടത്തുന്നു. കൊച്ചിന് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ചേട്ടായി പോയതിന്റെ ഉണ്ടാകല്ലോ, അതോർത്ത്. പിന്നെ ഞങ്ങളുടെ കോമഡിയൊക്കെ ഇനി പുതിയ വീഡിയോയിൽ വരും കേട്ടോ. നമ്മൾ പണ്ട് നല്ല കോമഡിയൊക്കെ കാണിക്കുമായിരുന്നു, നമ്മൾ ആദ്യം തുടങ്ങി ഇടയ്ക്ക്. പിന്നെ പിള്ളേരുടെ കാര്യം വീട് പണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കോമഡിയൊക്കെ നമ്മൾ പുറകോട്ട് പോയി, തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പം എന്റെ കുട്ടൻ്റെ കോമഡി ഐറ്റംസ് ഒക്കെ മോളമ്മയുടെ നല്ല നല്ല കോമഡികൾ എല്ലാം വരും. അതെ, നമ്മൾ ഇന്നലെ കട്ടപ്പനയ്ക്ക് പോയപ്പം നമ്മൾ കുറേ ഐറ്റങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാവുന്നത്. വീട്ടാവശ്യത്തിനുള്ള കുറച്ച് ചെറിയ ചെറിയ ഐറ്റങ്ങളും സാധനങ്ങളും എല്ലാം മേടിച്ചു. 1-2 ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. ആശുപത്രി വെച്ച് ഒരു കൊച്ചിനെ കണ്ടു. രണ്ടുപേരുടെ നമ്മളോട് രണ്ടുപേരോടും വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ശ്രീകുട്ടം പോയി കഴിഞ്ഞ് 2 പേർക്ക് ഓർഡർ അനുസരിച്ച് സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. അതൊക്കെ അവരുടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ എനിക്കൊരു ഓർഡർ കിട്ടിയതാണ്. 2 കിലോ കുടംപുളി, 1 കിലോ വാളംപുളി ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് നാളെ രാവിലെ അയക്കണം. പിന്നെ കുരുമുളകുണ്ട്, ഏലക്കാറുണ്ട്, ജാതിക്കാറുണ്ട്, ജാതിപത്രിയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഗ്രാമ്പൂവുണ്ട്, മുളക് പൊടി, ഗരം മസാല, ഇങ്ങനെ എല്ലാ സാധനങ്ങളും. തേൻ, ചെറുതേനുണ്ട്, വൻതേനുണ്ട്. അപ്പം പുതിയതായിട്ട് കുറെ പേര് ഇതറിയാത്തവരുണ്ട്. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ലേല് അവർക്ക് ഇനി സാധനങ്ങൾ വേണമെങ്കിൽ നല്ല നാടൻ സാധനം ഇവിടെ കിട്ടും. നമ്മുടെ ഇവിടെ ഹൈറേഞ്ചിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം, സർവ്വ സാധനം. അപ്പം ചെറുതേനൊക്കെ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക അല്ലേ? അത് നമ്പർ നമ്മൾ കൊടുത്തിട്ടില്ലേ? പൂവപ്പൊടി, കപ്പ ഒക്കെ ഉണ്ട് കേട്ടോ. പൂവപ്പൊടി ഉണ്ട് കേട്ടോ, നല്ല പൂവപ്പൊടി ഉണ്ട്. വേനൽക്കാലം വരുമല്ലേ, പൂവപ്പൊടിയൊക്കെ മേടിച്ച് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ശ്രീകുട്ടം പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതെല്ലാം ഓർഡർ അനുസരിച്ച് സാധനങ്ങളെല്ലാം അയച്ചു തരും. അവൻ പറഞ്ഞായിരുന്നു ഞാൻ പോയാലും ഈ സാധനങ്ങൾ ചോദിക്കുന്നവർക്ക് കൃത്യമായിട്ട് അയച്ചു കൊടുക്കണമെന്ന്. അപ്പം നമ്മളത് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കുറേ ഇടിയിറച്ചിക്കൊക്കെ ഓർഡർ കിട്ടിയായിരുന്നു. നമ്മൾ ഇടിയിറച്ചി ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പം അത് മഴമൂടലാണ്. ഇവിടെ വൃശ്ചികമൂടൽ പോലെ വന്നിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് മഴ ചാരിച്ചാർത്തിക്കുക. വെയിലില്ലെങ്കിൽ നമുക്ക് പുകപ്പരയില്ല അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാങ്കേതിക തടസ്സമുണ്ട്. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ചത്തേക്ക് കൂടി നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളൊരു പ്രതീക്ഷ ഇരിക്കുന്നു. മഴമൂടലൊന്നും ഇല്ല എങ്കിൽ അപ്പം പറഞ്ഞവർക്കെല്ലാം കൃത്യമായിട്ട് അയച്ചു തരുന്നതായിരിക്കും. പുതിയതായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിലും എന്നാലും ഒരാഴ്ച കഴിയും. ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസിൻ്റെ കാര്യങ്ങൾ. പിന്നെ വീട്ടിലേക്ക് മോളമ്മ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ കട കയറി മേടിക്കുന്ന കണ്ടായിരുന്നല്ലോ. ഇത് 3 എണ്ണം 100 രൂപ കേട്ടോ. അത്യാവശ്യം ചവിട്ടാനൊക്കെ നമുക്ക് എടുത്തിടാം. വാതുക്കളൊക്കെ നമ്മൾ നേരത്തെ 2-3 മേടിച്ചെല്ലാം മുഷിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണത്തിന് 100 രൂപ, 3 എണ്ണത്തിന് 100 രൂപയോ അങ്ങനെ ഏതാണ്ട് തന്നെ 35 രൂപ അല്ലേ? പിന്നെ 2 കുഞ്ഞു മുറം മേടിച്ചു, പച്ചക്കറി അരിയോ ഇതൊക്കെ നമുക്ക് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. ഇതിനൊക്കെ 35 രൂപയേ ഉള്ളൂ ഈ ചെറിയ മുറത്തിനൊക്കെ. നമുക്ക് ആ കൂട്ടം ഉണ്ടായിരുന്നല്ലോ, ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഒത്തിരി നാളെ മുമ്പത്തേണേ, അത് പൊട്ടിപ്പോയി. അതിന്റെ ഒരു സൈഡ് പൊട്ടിപ്പോയി. വല്ല ഉള്ളിത്തൊലി പൊളിക്കാനോ പച്ചക്കറി പിന്നെ തോലിയെത്താനോ ഒക്കെ നല്ലല്ലേ? ഇത്ര സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന. പിന്നെ വേറെ കൊച്ചിനെ കാണിക്കാൻ ഒരു പുതിയ ഐറ്റംസ് ഞാൻ കൊണ്ടു തരാനില്ല, എടുത്തോണ്ട് വരട്ടെ. അത് പിന്നെ
ചെടിച്ചട്ടികൾ ഇഷ്ടം പോലെ നമ്മള് മേടിച്ചായിരുന്നു. ആ ഇത് ഇതെന്നാ സാധനം? ഇതെന്നതാ? ഇതെന്നാണ് കൊച്ചു പറഞ്ഞേ? ഇത് ചട്ടിയാന്ന് മനസ്സിലായി. ചട്ടി പ്ലേറ്റ്. ആ, പ്ലേറ്റ് ആണോ? ചട്ടി പ്ലേറ്റ് ഇത്. പഴയ കാലത്ത് നമ്മള് ഓ, കഞ്ഞിയൊക്കെ കുടിക്കുന്നേ. തന്നെ കഞ്ഞിയൊക്കെ കുടിക്കുന്ന പ്ലേറ്റ് ആയത്. പപ്പായ്ക്ക് ഇതില് പഴങ്കഞ്ഞി കുടിക്കണമെന്ന് വലിയൊരു മോഹം. അത് കണ്ടപ്പോ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോ ഇത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പം ഒരു കൊതി. അപ്പൊ ഈയിടെ ഒരു യൂട്യൂബിനകത്ത് കണ്ടു പഴയങ്കഞ്ഞി ചട്ടിക്കകത്ത് കുടിക്കുന്നതാണ് ഒരു അച്ചായ. അപ്പൊ എനിക്കും ഒരു മോഹം. മോഹിച്ചോട്ടെ. ഞാൻ പഴയങ്കഞ്ഞി പൊടി ഇല്ല, എന്നാലും ഇച്ചിരി പഴയങ്കഞ്ഞിയൊക്കെ എടുത്ത് രാവിലെ ഇച്ചിരി തൈരും ഒക്കെ ഒഴിച്ച് ഒരു കാന്താരിയൊക്കെ പൊട്ടിച്ച് നൈസായിരിക്കും അല്ലേ? ഉള്ളിയൊക്കെ ഇട്ട് നോക്കാം. കിടില സാധനമായിരിക്കും. വീട്ടിലെ സാധനമായിരിക്കും. അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണേ, എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കേട്ടോ. അന്നേരം നമ്മളിത് കാരണം അധികം താമസിക്കാതെ ചെയ്യും അല്ലേ? അതെന്തായാലും ചെയ്യണോ അടുപ്പ വെച്ചതിന്റെ? ഇച്ചിരി എണ്ണയൊക്കെ അടുപ്പൊന്നും വെക്കണ്ട, എണ്ണയൊക്കെ തേച്ച് വെച്ച് 2 ദിവസം മയക്കണം. ഓ, അല്ലാതെ പറഞ്ഞു ചെയ്യണം. ഈ പ്ലേറ്റ് ഒന്നും അങ്ങനെ മയക്കൊന്നും. അല്ല, മയക്കിയിട്ടൊക്കെ കഴിക്കുവാണെ നല്ലതാ. നമ്മൾ വെക്കുന്നില്ലേ സാധനം, പിന്നെ എന്നത്തിനാ മയക്കുന്നത്? എന്നാ മയക്കണ്ട. മയക്കുന്ന പോലെ തന്നെ ചട്ടീനെ ഒന്ന് മയക്കി എടുക്കാം. അതൊക്കെയല്ലേ അതിന്റെ ഒരു രീതി അറിയാലോ അല്ലേ? അല്ലേ, അതൊക്കെയല്ലേ അതിന്റെ ഒരു രീതി. അപ്പൊ ഇത് മയക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റേ നമ്മള് സ്ഥിരം തീയൊക്കെ കത്തിക്കുന്ന അടുപ്പേ വെക്കുന്നതാണ് മയക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കൈ പിടിച്ച് കളിയാക്കിയതാ. എനിക്ക് മനസ്സിലായി. മനസ്സിലായി. മാളക്കുട്ടി ഭയങ്കര കോമഡി ആട്ടോ. എപ്പോഴും പപ്പായ വാരിക്കൊണ്ടിരിക്കും എന്തേലൊക്കെ പറഞ്ഞ്. അതെ, എനിക്കിപ്പോ വഴക്കുണ്ടാക്കാൻ നിങ്ങൾ രണ്ടേ ഉള്ളൂ. അപ്പൊ ഇന്ന് വൈകിട്ട് എന്നോട് ഒരു കടി മേടിക്കുന്ന പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് മേടിക്കാമോ, ബർഗർ മേടിക്കുന്ന. ബർഗർ മേടിച്ചു തരാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ തമാശ രീതിയിൽ അവളോട് പറഞ്ഞു അങ്ങനെ ഒത്തിരി പൈസയൊക്കെ ആവും. ഇന്നലെ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം കൂടെ ഞാൻ പോയി 1500 രൂപ മേടിച്ചു. അപ്പം ഇന്നും അങ്ങനെ സ്ഥിരമായ ശരിയാകുകയല്ലെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ. മേടിച്ചേക്കാം എന്നെ മനസ്സിലുണ്ടായിരുന്നു. അന്നേരം എന്നെ 2 എണ്ണം പറഞ്ഞു. 2 എണ്ണം പറഞ്ഞിട്ട് അപ്പുറത്തോടെ പോയിട്ട് ഇപ്പുറത്തോടെ വന്നിട്ട് എന്നോട് പറയാ മേടിച്ചോട്ട് തരാം കേട്ടോ. ഇവരപ്പനും മോളും കൂടെ ഈ വീടിന്റെ അകത്ത് നടത്തുന്ന കുസ്തിയൊക്കെ കാണുന്നതാണ്. അതെ, ഇപ്പൊ ഈ വീട്ടിലെ അനക്കോന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുമാണ്. പിള്ളേരെല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടും ബോറടിയൊക്കെ തോന്നി തുടങ്ങി. അന്നേരം ഞങ്ങള് സ്വയം അങ്ങോട്ട് സന്തോഷിക്കാൻ തുടങ്ങി. എന്നാന്ന് ചോദിച്ചാൽ മാളക്കുട്ടിയോട് പോര് കുത്തുക, ഞാൻ കുട്ടേട്ടനോട് പോര് കുത്തുക, കുട്ടേട്ടൻ എന്നോട് പോര് കുത്തുക. അങ്ങനെ ഞങ്ങളെ സ്വയം ഒരു സന്തോഷം കണ്ടെത്തുക. ഒരു കുടുംബമായി മാറി. ഒരു കുടുംബമൊന്നുമല്ല. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ഞങ്ങൾ തന്നെ വീഡിയോ എടുത്ത് മോളത് എഡിറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ അതൊക്കെ ഇട്ടു. എല്ലാവരും നല്ല നല്ല കമൻറ്റുകളൊക്കെയാണ്. ഞാൻ കിടക്കുന്ന കമൻറ്റുകളെല്ലാം ഞാൻ വായിച്ചു. ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിയെ സന്തോഷത്തോടു കൂടി തന്നെ ആ പഴയ പോലെ തന്നെ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. ഞങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് വരും. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും മറ്റു കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ബെൽ ബട്ടൺ അടിച്ചു. നിറഞ്ഞ സ്നേഹമാം മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടു ഞാൻ നൽകിയില്ല. നിറനീല രാവിലെ കാന്തതയിൽ നിൻ